ബിസിനസ് വളർത്താൻ ഇനി AI. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച പരസ്യങ്ങൾ. ഇന്ന് തന്നെ വിളിക്കൂ. പെർഫെക്റ്റ് AI അഡ്വർടൈസിംഗ്. നമുക്കറിയാം, കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നതിക്കായി അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് അവർക്ക് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള പിന്തുണയും ഉണ്ടാക്കിയ 1995 ഉണ്ടാക്കിയ ഒരു നോൺ ബാങ്കിങ് സ്ഥാപനമാണ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള. യഥാർത്ഥത്തിൽ നൈപുണ്യ പരിശീലനം ഉൾപ്പെടെ കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ. ഈ ഗവൺമെൻറ് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അവരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാകും. അതിൽ ഈ കോർപ്പറേഷനെ ഏതെല്ലാം തരത്തിൽ ഉപയോഗിക്കാൻ കഴിയും? പരമ്പരാഗതമായ രീതിയിൽ മാത്രമല്ല, പുതിയ കാര്യങ്ങൾ ആവിഷ്കരിച്ച് എങ്ങനെ അതിൻ്റെ നിലവാരം ഉയർത്താൻ കഴിയും? നമുക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളെ പുതിയ സംരംഭങ്ങളിലേക്ക് കൊണ്ടുവരണം. ആ സംരംഭങ്ങൾ തുടങ്ങാൻ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അവർക്കുള്ള എല്ലാ പിന്തുണയും കൊടുക്കും. സാമൂഹ്യമായ ഏത് വിപത്തുകൾ ഉണ്ടായാലും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൻ്റെ എല്ലാ ഇരകൾ സ്ത്രീകളാണ്. യഥാർത്ഥത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും, സാമ്പത്തികമായ പ്രയാസം വീട്ടിലുണ്ടായാൽ, ഒരാൾക്കൊരു രോഗം വന്നാൽ, ഒരാൾക്ക് അമിതമായ മദ്യപാനം നടത്തിയാൽ, ഒരാൾ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിയാൽ, ഇതിൻ്റെ എല്ലാം അന്തിമമായ ഇരകൾ, പ്രാഥമികവും അന്തിമമായ ഇരകൾ സ്ത്രീകളാണ്. ഇതെല്ലാം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നത് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അത് ഏതെല്ലാം ഏജൻസികൾ ഉപയോഗിച്ചിട്ടാണല്ലോ, കുടുംബശ്രീ അടക്കമുള്ള ഏജൻസികൾ ഉപയോഗിച്ച് അവരെ സ്വയം പര്യാപ്തരാക്കുക, അവർക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള ആത്മവിശ്വാസം കൊടുക്കുക, ആ സംരംഭങ്ങൾ തുടങ്ങാനുള്ള മാതൃകകൾ, അവർക്ക് അതിനാവശ്യമായ പരിശീലനം കൊടുക്കുക. അല്ലാതെ അവർ ലോൺ എടുത്ത് ആ ലോൺ എടുക്കുന്ന തുക മുഴുവൻ അവർക്ക് നഷ്ടപ്പെട്ടവരെ കടക്കാരാക്കുന്ന രീതിയല്ല. അതിനുള്ള കൃത്യമായ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത്, അവർക്ക് അതിനുള്ള മാർഗനിർദ്ദേശം കൊടുത്ത്, അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്തി പൂർണ്ണമായ രീതിയിലുള്ള സഹായം കണ്ടെത്തി, ആരെയും ആശ്രയിക്കാതെ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തരാകാൻ കഴിയുന്ന, സ്വന്തം കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാൻ വേണ്ടാത്ത ഒരു സ്ഥിതി വരുന്ന കാര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അതിനുള്ള സമഗ്രമായ പദ്ധതികൾ എന്തായാലും സർക്കാർ ആവിഷ്കരിക്കും. നമ്മുടെ ഈ കോർപ്പറേഷനും തീർച്ചയായും അക്കാര്യത്തിൽ വലിയ പങ്കുവഹിക്കും. ഒരു വനിതാ മന്ത്രി കൂടിയാണ് ഈ വകുപ്പിന് കിട്ടിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നിശ്ചയദാർഢ്യത്തോടു കൂടി ചെയ്യുന്ന ഒരു മന്ത്രി കൂടിയാണ് ശ്രീമതി KA തുളസി. എനിക്കത് പൂർണ്ണമായ ഉറപ്പുണ്ട്. സർക്കാർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ വകുപ്പിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ, സാധാരണക്കാരായ മനുഷ്യരെ, സ്ത്രീകളെ ചേർത്ത് നിർത്തുന്ന ധാരാളം പദ്ധതികളുണ്ടാകും. അതിൻ്റെ തുടക്കമാണ് ഈ 100 ദിവസത്തിനുള്ളിൽ കൃത്യമായി തീർക്കാൻ വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയ കാര്യങ്ങൾ.